അപ്സരയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പൊട്ടത്തരം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഈ ഗെയിം അരച്ചു കലക്കി കുടിച്ചിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു ബ്രില്യൻ പ്ലെയർ തന്നെ ആയിരുന്നു അപ്സര. ഇനിയിപ്പോ ആയിരുന്നു എന്നൊക്കെ പറയാം, കാരണം അമ്മാതിരി ഒരു ഫൂളിഷ്നെസ് ആണ് അപ്സര ഇപ്പൊ വിളിച്ചു കൂവിയത്. പവർ ടീമിലുള്ളവരെ ജയിലിലേക്ക് നല്ല ഒരു കാര്യത്തിന് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് കാര്യമാണ്. അത് അപ്സരയ്ക്ക് അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല, ജിൻഡോയുടെ പേരെടുത്ത് ജിൻഡോനെ 2 കുത്തുവാക്ക് പറയണം, അതായിരുന്നു ഉദ്ദേശം. അപ്പൊ അപ്സര ജയിൽ നോമിനേഷന്റെ സമയത്ത് ജിൻഡോ ചേട്ടനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുമോ ബിഗ് ബോസ് എന്നിങ്ങനെ ചോദിക്കുന്നു. ജിൻഡോ ചേട്ടൻ നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട്, പല റൂൾസും ജിൻഡോ ചേട്ടൻ തന്നെ ഉണ്ടാക്കിയിട്ട് തെറ്റിച്ചിട്ടുണ്ട്, അതൊന്നും എനിക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല ബിഗ് ബോസ് എന്നിങ്ങനെ പറയുന്നു. അപ്പൊ എന്താണ് അപ്സര ഇതൊക്കെ? പവർ ടീമിലുള്ളവരെ ഒരു കാര്യത്തിനും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു ബേസിക് നോളജ് ഇല്ലെങ്കിൽ അപ്സര സീസണിൽ നിന്നിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജിൻഡോ ഇത് കേട്ട് മിണ്ടായിരിക്കുന്നില്ല കേട്ടോ, നല്ല രീതിയിൽ റേസ് ചെയ്യുന്നുണ്ട് അപ്സരയ്ക്ക് നേരെ. അല്ല പിന്നെ കഷ്ടപ്പെട്ട് പുള്ളി ജയിച്ച് പവർ ടീമിൽ കയറിയിട്ട് ആ മനുഷ്യനെ നോമിനേറ്റ് ചെയ്യണമെന്ന് ഇവർക്കൊക്കെ എന്തൊരു കഷ്ടമാണെന്ന് ഓർക്കണം. അപ്പം ചെറിയ രീതിയിലൊരു ബഹളമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബിഗ് ബോസ് ഇടപെട്ടു. പവർ ടീമിലുള്ളവരെ ഒരു കാരണവശാലും ഒരു കാര്യത്തിനും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ബിഗ് ബോസ് തറപ്പിച്ച് പറയുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് ബാക്കിയുള്ളവരെ നോമിനേഷൻ ചെയ്തു. അപ്പൊ അതാ വീണ്ടും ഒരു പ്രശ്നം, ശരണ്യ ഋഷി യുദ്ധത്തിന്റെ ബാക്കി. ഋഷിയെ നോമിനേറ്റ് ചെയ്യുന്നത് ഋഷിക്ക് പേഴ്സണലായിട്ട് ഹേർട്ട് ആവുന്ന ഒരു കാര്യമാണ്. അത് ഇതുവരെ പേഴ്സണലായിട്ട് എടുക്കാതിരിക്കാൻ പുള്ളി പഠിച്ചിട്ടില്ല. എന്തായാലും നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് നോറയ്ക്കാണ്. ഗബ്രിയെ പവർ ടീം ഡയറക്ട്ലി നോമിനേറ്റ് ചെയ്തു ജയിലിലേക്ക്. ഉറങ്ങിയതിന്റെയും പിന്നെ പവർ ബില്ല് അടിച്ചതിന്റെയും ഒക്കെ ഭാഗമായിട്ടാണ് ഗബ്രിയെ നോമിനേറ്റ് ചെയ്തത്. അത് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ, കാരണം റെസ്മിനും അർജുനും ഒന്നും ഈ തീരുമാനത്തിന് കൂട്ടു നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അവര് പക്ഷെ ഗബ്രീനെ ഡയറക്ട്ലി ജയിലിലേക്ക് വിടാൻ തീരുമാനിച്ചു. അപ്പൊ ജയിലിലേക്ക് പോകുന്നത് നോറ, ഗബ്രി എന്നിവരാണ് എന്ന് എനിക്ക് തോന്നുന്നു. അറിയിപ്പുകൾ പിന്നീട് തരാമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.